ഇപ്പോൾ ആ ഒരു ഇമേജ് ഒബ്ജക്റ്റ് മാത്രമായിട്ട് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പുതിയൊരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇതിൽ വെക്കാം. അതിനായിട്ട് ഞാൻ ഫയൽ മാനേജറിൽ പോയി അതേപോലെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഫോട്ടോഷോപ്പിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവെക്കുന്ന. ഓക്കെ, ഞാൻ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവെക്കുമ്പോഴേക്ക് നിങ്ങൾക്ക് ആ കൊണ്ടുവച്ച ഇമേജ് ആയിരിക്കും ഫസ്റ്റ് ചെയ്ത് കാണുന്നുണ്ടാവുക. അതായത് ഇതിൻ്റെ ഇങ്ങനെ കാണുന്നതെന്ന് വെച്ചാൽ ഏറ്റവും മുകളിലുള്ള ലെയറാണ് ഏറ്റവും ഫ്രണ്ടിലായിട്ട് കാണുന്നത്. ഇപ്പോൾ ഏറ്റവും മുകളിലായിട്ടുള്ളത് ഈ സ്കൈൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ഇമേജ് ലെയർ, അതായത് ഇപ്പോൾ സെലക്ട് ചെയ്ത് കട്ട് ചെയ്ത ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ബാക്കിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ലെയർ എടുത്ത് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു ഒബ്ജക്റ്റിൻ്റെ താഴേക്ക് കൊണ്ടുവെക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും ആ ഒരു ഒബ്ജക്റ്റ് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലായിട്ടുള്ളത്. ഒരു ബാക്ക്ഗ്രൗണ്ട് ബാക്കിലും ആ ഒരു ഒബ്ജക്റ്റ് അതിൻ്റെ ഫ്രണ്ടിലായിട്ടായിരിക്കും ഉള്ളത്. ഓക്കെ, അതിന് ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇങ്ങനെ മാസ്ക് ചെയ്തെടുത്ത ഇമേജ് സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴേക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നിങ്ങൾ അതായത് ട്രാൻസ്ഫോം ചെയ്യുമ്പോഴേക്ക് ചെറുതാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ക്ലാരിറ്റി പോകുന്നതായിരിക്കും. അതായത് ഇപ്പോൾ ഒരു ക്ലാരിറ്റി ഉണ്ട്, അതായത് ഇതിൻ്റെ ആ ഒരു ക്വാളിറ്റി ഉണ്ട്. അത് ഇങ്ങനെ ഇതുപോലെ ചെറുതാക്കണം. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് ചെറുതാക്കി ശേഷം എൻ്റർ അടിച്ചതിന് ശേഷം സൂം ആക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും എത്രയാണ് ഇതിൻ്റെ ഒരു ക്വാളിറ്റി ഉള്ളതെന്ന്. ഇനി ആ ഒരു ഒബ്ജക്റ്റ് അതേപോലെ തന്നെ ഞാനൊന്ന് വലുതാക്കുന്നു. അതായത് ചെറുതാക്കിയതിന് ശേഷം ഞാൻ ഒബ്ജക്റ്റ് ജസ്റ്റ് ഒന്ന് വലുതാക്കി വെക്കുന്നു. നിങ്ങൾക്ക് ഇതിൻ്റെ വ്യത്യാസം മനസ്സിലായിരിക്കും. അതായത് ഫസ്റ്റ് ഉണ്ടായ ആ ഒരു ക്വാളിറ്റിയും അതായത് ആ ഒരു ഇമേജ് സൈസ് ചെറുതാക്കിയിട്ട് വലുതാക്കിയതിന് ശേഷമുള്ള ആ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഇതിപ്പോൾ ഞാൻ ആ ഒരു ഇമേജ് ചെറുതാക്കിയിട്ട് വലുതാക്കുമ്പോഴാണ് ഈ ഒരു ക്ലാരിറ്റിയിൽ. ഇനി നമുക്ക് മുമ്പ് ഫസ്റ്റ് ഇങ്ങനെയാണുള്ളത് അതുപോലെ നോക്കാം. ഇത്ര ക്വാളിറ്റി ആയിരുന്നു ആ ഒരു ഇമേജിന് ഉണ്ടായിരുന്നത്, ആ ഒരു ഒബ്ജക്റ്റിന് ഇത്ര ക്വാളിറ്റി ഉണ്ടായിരുന്നത്. അത് നമ്മൾ ചെറുതാക്കി വലുതാക്കിയതിന് ശേഷം ഇത്ര ക്വാളിറ്റി ആയിട്ടാണ് ഉള്ളത്. അതായത് ഫസ്റ്റ് ഉണ്ടായ ക്വാളിറ്റി ആ ഒരു ഒബ്ജക്റ്റ് ട്രാൻസ്ഫോം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഉണ്ടാകുന്നതല്ല. അങ്ങനെ ആ ഒരു ക്വാളിറ്റി വേണമെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് എഡിറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ കറക്റ്റ് ക്വാളിറ്റിയോടെ ആ ഒരു ഇമേജ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ആ ഒരു ട്രാൻസ്ഫോം ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ഒരു ഇമേജിനെ റൈറ്റ് ക്ലിക്ക് അടിച്ച് കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കി വെക്കുക. ആ ഒരു ലെയർ എടുത്ത് കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇനി ഒരു ഒബ്ജക്റ്റ് സൂം ആക്കണം, അതായത് ചെറുതാക്കണം വലുതാക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റുമായിരിക്കും. പിന്നെ അതേ ഒരു ഇമേജ് ചെറുതാക്കിയിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ഞാനൊരു ഇമേജ് വലുതാക്കുന്നുണ്ട്. ആ ടൈമിൽ ആ ക്വാളിറ്റി അതേപോലെ തന്നെ ഉണ്ടാവും. അതായത് ആ ഒരു ക്വാളിറ്റി പോയിട്ടുണ്ടാവില്ല, അതേപോലെ തന്നെ, അതായത് ഫസ്റ്റ് ഉണ്ടായ അതേ ക്വാളിറ്റിയാണ് ഇപ്പോഴും ഉള്ളത്. ഇങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റിൻ്റെ ക്വാളിറ്റി ഉണ്ടാകുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു വർക്കൊക്കെ ചെയ്യുന്ന ടൈമിൽ പെട്ടെന്ന് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ആ സ്മാർട്ട് ഒബ്ജക്റ്റ് മറന്നു പോയിട്ടുണ്ടാവും. ആ ടൈമിൽ ആയിരിക്കും നിങ്ങൾ ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ക്വാളിറ്റി പോയിട്ടുണ്ടാവുക. അപ്പോൾ ഇതുപോലെ ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് പോകുന്നതായിരിക്കില്ല. ഓക്കെ, ഇത്ര ടൂൾസാണ് സെലക്ഷൻ ടൂൾസ് ആയിട്ടുള്ളത്. ഏതൊക്കെയെന്ന് വെച്ചാൽ റെക്റ്റാങ്കിൾ മാർക്ക് ടൂൾ, എലിപ്റ്റിക്കൽ മാർക്ക് ടൂൾ, സിംഗിൾ റൗണ്ട് മാർക്ക് ടൂൾ, സിംഗിൾ കോളം മാർക്ക് ടൂൾ, അതേപോലെ തന്നെ ലാസോ ടൂൾ, പോളിഗണൽ ലാസോ ടൂൾ, മാഗ്നറ്റിക് ലാസോ ടൂൾ, ഒബ്ജക്റ്റ് സെലക്ഷൻ ടൂൾ, ക്വിക്ക് സെലക്ഷൻ ടൂൾ, മാജിക് വാണ്ട് ടൂൾ. ഓക്കെ, നിങ്ങൾക്ക് ഇനി മാജിക് വാണ്ട് ടൂൾ വെച്ച് ബാക്ക്ഗ്രൗണ്ട് കളർ ഫില്ലാക്കണമെന്നുണ്ടെങ്കിൽ മാജിക് വാണ്ട് ടൂൾ വെച്ച് ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളർ ഫില്ലാക്കുന്നത്. ഇപ്പോൾ ഇത്ര ഭാഗമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. മാജിക് വാണ്ട് ടൂൾ വെച്ച് ആ ടോളറൻസ് കുറച്ചതുകൊണ്ട് ഇത്ര ഭാഗമായിട്ടാണ് സെലക്ട് ആയിട്ടുള്ളത്. ഇനി ആ ഒരു ഭാഗത്ത് കളർ ഫില്ലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൺട്രോൾ ബാക്ക് സ്പേസ് അല്ലെങ്കിൽ ഓൾട്ട് ബാക്ക് സ്പേസ് അടിക്കാൻ പറ്റുന്നതായിരിക്കും. ആ ടൈമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കൺട്രോൾ ബാക്ക് സ്പേസ്. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ ആണെങ്കിൽ കൺട്രോൾ ബാക്ക് സ്പേസും, അതേപോലെ ഫോർഗ്രൗണ്ട് കളർ ആണെങ്കിൽ ഓൾട്ട് ബാക്ക് സ്പേസും ക്ലിക്ക് ചെയ്താൽ മതി, കളർ ഫില്ലായിട്ടുണ്ടാവും. ഓക്കെ, ഇത്രയാണ് സെലക്ഷൻ ടൂൾസ് വരുന്നുള്ളത് ഫോട്ടോഷോപ്പിൽ.